സത്യത്തിൽ നീ കണ്ടത് ബാലചന്ദ്രനെ തന്നെ ആയിരുന്നു? അതുകൊള്ളാം. നമ്മുടെ മോനെ കണ്ടാൽ എനിക്കറിയത്തില്ലേ? എനിക്കത് വിശ്വസിക്കാൻ ഒക്കുന്നില്ലല്ലോ ലക്ഷ്മി. ആദ്യം എനിക്കും വിശ്വാസമായില്ല. സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ സംശയം തീർന്നത്. ബാലേന്ദ്ര, നീ എവിടെ പോയിരുന്നു? ഞാൻ വർഷാപ്പിൽ നിന്ന് വരിക. നീ അമ്പലത്തിൽ പോയിരുന്നു? ഇല്ല, ഞാനങ്ങനെ അമ്പലത്തിൽ പോകാറില്ലല്ലോ. പിന്നെ നിന്റെ നെറ്റിയിൽ എവിടെ നിന്നായി ചന്ദനക്കുറി? ചന്ദനം തുടച്ചു കളയാം, പക്ഷെ അത് തൊടിയിക്കുന്നത് നിന്റെ അമ്മ കണ്ടുപോയില്ലേ? അതിനെന്താ ഒരു പരിഹാരം? ഡാ, നീ എങ്ങോട്ടാ ഓടുന്നത്? ഇങ്ങോട്ട് വാ. എടാ, ആ കോലത്തെ പെണ്ണും നീയുമായിട്ട് എന്താ? ചേടാ, ഇത് നല്ല ചോദ്യം. അവര് തമ്മിൽ സ്നേഹമല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാണോ? ഇത് വെറും സ്നേഹമാണോ അതോ കല്യാണം ചെയ്യണമെന്നുള്ള താല്പര്യമാണോ? അത് നടക്കില്ല അച്ഛ. അതെന്താ? ആ കോവിലവുമാണെങ്കിൽ ആകെ നശിച്ചു കിടക്കുകയാണ്. അച്ഛന്റെ ഇന്നത്തെ നിലയ്ക്ക് ഭയരപ്പാളി. എടാ, നിന്റെ തന്തയെന്ന് പറയുന്നത് ഞാനേ ഒരു സാധാരണ കൂലിപ്പണിക്കാരനായിരുന്നു. അറിയാവിടെ എനക്ക്? കോലോത്തി എന്ന് പെണ്ണി ചോദിക്കാൻ അന്നും ഇന്നും എനിക്ക് അർഹതയില്ല. എന്നാലും നിനക്ക് വേണ്ടി ഞാൻ ഒന്ന് ചോദിച്ചു നോക്കാം. തിരുമേനി സമ്മതിച്ചാൽ നിന്റെ ഭാഗ്യം. ഇന്ദുവിന് ഈ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയതല്ല. അപ്പൊ പിന്നെ സമ്മതത്തിന്റെ കാര്യം പറയണോ? എന്നാലും ഒരു തരി പൊന്നെങ്കിലും. ആ കാര്യത്തിൽ തിരുമേനി വിഷമിക്കണ്ട. കല്യാണം സംബന്ധിച്ചുള്ള എല്ലാ ചിലവുകളും ഞാൻ ഏൽക്കുന്നു. എനിക്ക് തിരുമേനിയുടെ സമ്മതം മാത്രം മതി. മേന്നെ, ഇത് ഈശ്വര നിശ്ചയമാ. അപ്പോ അത് മംഗളായി അങ്ങടങ്ങ് നടക്കട്ടെ. കൂടുതലൊന്നും അമ്മയ്ക്ക് പറയാനില്ല. നിങ്ങളുടെ രണ്ടു കുടുംബവും എന്നും സ്നേഹത്തോടും ഒത്തൊരുമയോടും കൂടി കഴിയണം. ഇന്നു മുതൽ ഞാനും അച്ഛനും പഴയ വീട്ടിൽ കഴിഞ്ഞോളാം. അതെന്തിനാ അമ്മേ? നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ താമസിക്കാം. വേണ്ട മോനെ, നമ്മൾ ഈ നാട്ടിൽ ആദ്യം വന്നപ്പോ താമസിച്ചത് ആ വീട്ടില്ല. ഞങ്ങൾ അവിടെ കഴിഞ്ഞോളാം. മുകളിലത്തെ നില രാജന്, താഴത്തെ നില ബാലന്. ഈശ്വരൻ നിങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ. ഇനി പൊക്കോളൂ. പാവം, നല്ല ഉറക്കം. ലക്ഷ്മി, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ നേര് പറയുമോ? എന്താ? നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസം നിനക്കിപ്പോ ഓർമ്മ വരുന്നില്ലേ? എന്ത് ചോദ്യമായത്? നാണമില്ലല്ലോ. നാണമോ? ഇനിയോ? എന്തിന്? അമ്മേ, അമ്മേ, നോക്കണേ, പിള്ളേര് വിളിക്കുന്നു. പിള്ളേര് വിളിക്കുന്നേ. നേരം വെളുത്തത് അറിഞ്ഞേയില്ല.
ഓ, നേരം വെളുത്തത് അറിഞ്ഞില്ല. എന്തായാലും നല്ല കണി. ആ, കാപ്പി എന്തിനു മക്കളെ? നീ എന്താടി നാണിച്ച് മൂലക്കയറി നിൽക്കുന്നത്? ഇതെന്തൊരു മനുഷ്യനാ? എന്തു പറ്റി? അതുങ്ങൾക്ക് വല്ല സംശയം തോന്നി കാണും. അതുങ്ങൾ എന്ത് കണ്ടു, നമ്മൾ എന്ത് ചെയ്തു? എടി, അല്ലേലും അവർക്കറിയാം അവരുടെ ഭർത്താക്കന്മാരെ പ്രസവിച്ചത് നീയാണെന്ന്. ഓ മതി. ആ, ഇവരെപ്പോഴാ ഒന്നാം വിരുന്നിന് പോകുന്നത്? കാപ്പിയുടെയും കഴിഞ്ഞ് പോന്നെന്നാ പറഞ്ഞു. ആഹാ, എന്നാ ഞാൻ വേഗം കുടിച്ച് റെഡിയാകാം. മോളെ വരണം. മോളെ മോള് പോയേ പിന്നെ അമ്മ ഉറങ്ങിയിട്ടില്ല. പിന്നെ ഞാനോ? എന്നെ നീ ഉറക്കിയിട്ടുണ്ടോ? ഓരോ ദിവസവും നിന്റെ കാര്യം പറഞ്ഞാ ഞങ്ങൾ നേരം വെളുപ്പിക്കുന്നത്. ഉഷ ഇവിടുത്തെ കാര്യം തന്നെ എപ്പോഴും പറയായിരുന്നു. അപ്പൊ രാജനെ ഈ വെളു ഉറക്കിയിട്ടില്ല. കാപ്പി കാപ്പി. ഏ? എന്താ ഇത്ര വലിയ ആലോചന? പിള്ളേര് വിരുന്നിന് പോയപ്പോ വീട് ഉറങ്ങിപ്പോയല്ലോടി. നാളെ അവരിങ്ങി വരത്തില്ലേ? അതുവരെ ഒന്ന് ക്ഷമിക്കേ. നമ്മളുടെ മക്കളുടെ ഭാര്യമാരായിട്ട് രണ്ട് പെമ്പിള്ളേരൂടെ വന്നിരിക്കുക. ഒരുത്തി പണക്കാരിയും മറ്റോ പാവപ്പെട്ടുള്ളൂ. പക്ഷേ ആ വ്യത്യാസം ഒരു കാര്യത്തിലൂടെ ഉണ്ടാകരുത്. എന്നോടത് പ്രത്യേകിച്ച് പറയണോ? നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങൾ കുറെ ആയില്ലേ? രാജൻ എങ്ങോട്ടാ? ചേട്ടനെ ഒന്ന് കണ്ടേച്ചു വരാന്നും പറഞ്ഞ് പോവോ അച്ഛാ? വിരുന്ന് വന്നതല്ലേ, ഇന്ന് പോണോ? ഞാൻ ഉടനെ വരാം. പിന്നെ ലഞ്ചിന് അച്ഛൻ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. നേരത്തെ ഇങ്ങ് വരണേ. ഓക്കെ. മോളെ, ഇനി അവന്റെ കാലിൽ നീ ഒരു ചരട് കെട്ടണം. അതിന്റെ അറ്റം എന്നും എന്റെ മോളുടെ കയ്യിലിരിക്കണം. നന്മയ്ക്കു വേണ്ടി നീ നേർവഴിയിൽ നിന്നു ധർമ്മയുദ്ധം ചെയ്തു തോറ്റുപോയാൽ പോകട്ടെ ആ തോൽവി തന്നെ ജയമെന്ന് ലോകർ കടച്ചിയിൽ സമ്മതിക്കും എന്ന് പണ്ടാരോ എഴുതിയിട്ടുള്ളത് എത്രയോ ശരിയാണ്. ഈ കോലോത്തിന്റെ പഴയ കഥകൾ വല്ലതും ബാലചന്ദ്രൻ കേട്ടിട്ടുണ്ടോ ആവോ? ചിലതെല്ലാം കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. ഇനി ഊണ് കഴിഞ്ഞിട്ടാവാം. ആയിക്കോട്ടെ, എഴുന്നേറ്റോളൂ. ദേ ആരാ വരുന്നത് നോക്കിയേ. അല്ല, ഇതാര്? രാജേന്ദ്രനോ? വന്നോളൂ വന്നോളൂ. നീ എന്താ ഇങ്ങോട്ട് പോകുന്നത്? അത് കൊള്ളാം. എനിക്ക് എന്റെ ചേട്ടനെ ചേട്ടൻ കാണണ്ടേ? എങ്കിൽ കൈ കഴിക്കോളൂ, ഊണ് കഴിക്കാം. ഞാൻ റെഡി. വെള്ളോട്ടിരിക്കുന്നു. അത് ശരിയല്ല. വിരുന്നിന് പോയിരിക്കും നീ. ഇന്ന് ഭാര്യ വീട്ടിൽ നിന്നല്ലേ ഊണ് കഴിക്കേണ്ടത്? അല്ലെങ്കിൽ ഉഷയ്ക്കെന്ത് തോന്നുന്നു? ചേട്ടന്റെ പങ്കയോറ് എനിക്ക് അതിനുള്ള ബുദ്ധിമുട്ടുണ്ടാന്നോ പറയുന്നത്? ചേട്ടത്തമ്മയുടെ പങ്ക് കാണത്തില്ലേ? തീർച്ചയായും. പക്ഷെ ഇവിടെ സദ്യയൊന്നുമില്ല, ഊണുണ്ട്. എനിക്ക് ആ ഊണാ വേണ്ടത്. അപ്പൊ അവിടുത്തെ ചോറായിരുന്നു? അതെ, ചേട്ടൻ പോയുണ്ടോ? ഏതായാലും ഇത്തടം വന്നില്ലേ, ഊണ് ഇവിടുന്ന് തന്നെ ആയിക്കോട്ടെ. അത് തന്നെ ഞാനും പറഞ്ഞത്. ആ, എങ്കിൽ വരൂ.